Hi all, in this video lecturing we are going to cover message access agent. നമ്മൾ ഈ പറയുന്ന മെസ്സേജ് ആക്സസ് ഏജൻറ്റിനെ നമ്മൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? ഇലക്ട്രോണിക് മെയിൽ പഠിച്ച സമയത്ത് കണ്ടിട്ടുള്ളൊരു സംഭവമാണ് മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. അതായത് നമ്മൾ മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻ്റ് ഉണ്ട്, അതായത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റും മെസ്സേജ് ആക്സസ് ഏജൻറ്റും. മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയുന്നത് SMTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ അയക്കുന്ന ഫസ്റ്റ് സിനാരിയോയിലും ഇലക്ട്രോണിക് മെയിലിൻ്റെ ഫസ്റ്റ് സിനാരിയോയിലും സെക്കൻഡ് സിനാരിയോയിലും നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റിനെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് SMTP യൂസ് ചെയ്യും. ഇനി വരുന്ന തേർഡ് സിനാരിയോയിലും ഫോർത്ത് സിനാരിയോയിലും നമ്മൾ വാൻ വെച്ചിട്ടാണ് ഒരു സെൻഡർ അല്ലെങ്കിൽ റിസീവർ ഏതിനകത്തേക്കാണ് സ്വന്തം മെയിൽ സെർവറിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം സ്വന്തം മെയിൽ സെർവറിനകത്തേക്ക് വാനോ വെച്ചിട്ട് ആ പറയുന്ന സെൻഡറോ റിസീവറോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരു MTA കണക്ഷൻസ്, MTA ക്ലയൻറ്റും പെയർ ഓഫ് MTA കണക്ഷൻസ് വേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ റിസീവർ സൈഡിൽ നമുക്ക് ഒരിക്കലും MTAനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം റിസീവറിലിരിക്കുന്ന ആരാണോ അയാളായിരിക്കും ഈ പറയുന്ന സെർവറിൽ നിന്നും അയാൾക്ക് വന്ന മെസ്സേജിനെ സെർവറിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്താണ്, സെർവറിൽ നിന്നും ക്ലയൻറ്റ് മെസ്സേജിനെ പുൾ ചെയ്യുവാണ് ചെയ്യുന്നത്. എവിടുത്തെ കേസിൽ? റിസീവറിൻ്റെ കേസിൽ. അതേസമയം സെൻഡറിൻ്റെ കേസിലാണെങ്കിൽ സെൻഡർ അയാൾക്കുള്ളൊരു മെസ്സേജിനെ സ്വന്തം സെർവറിനകത്തേക്ക് പുഷ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. റിസീവർ സൈഡിലാണെങ്കിൽ റിസീവർ എന്ന് പറയുന്നത് ക്ലയൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു സിനാരിയോ മാത്രം നോക്കുകയാണെങ്കിൽ മെയിൽ ആക്സസ് ഏജൻറ്റിനെ മാത്രം നോക്കുകയാണെങ്കിൽ റിസീവറിലിരിക്കുന്ന ആൾ ആരാണോ അയാൾ ക്ലയൻ്റായിട്ടും അയാളുടെ സെർവർ സ്വന്തം റിസീവർ സൈഡിൻ്റെ സെർവർ ആയിട്ടും ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ക്ലയൻറ്റ് മെയിൽ ആക്സസ് ഏജൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസീവറും റിസീവറിൻ്റെ സെർവർ എന്ന് പറയുന്നത് മെയിൽ ആക്സസ് ഏജൻറ്റ് സെർവറായിട്ടും ആക്ട് ചെയ്യും. ശ്രദ്ധിച്ച് നിങ്ങളിത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും. അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റും സെക്കൻഡ് സ്റ്റേജ് ഓഫ് മെയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഫസ്റ്റ് സിനാരിയോയിലും സെക്കൻഡ് സിനാരിയോയിലും നമ്മൾ SMTP ആണ് യൂസ് ചെയ്യുന്നത്. അതായത് SMTP എന്ന് പറയുന്നത് പുഷ് പ്രോട്ടോക്കോളാണ്. നമ്മൾ ഈ ഒരു ഫിഗർ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ആലീസ് ബോബിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ആലീസ് അല്ലെങ്കിൽ വാൻ കണക്ഷൻ വഴിയാണ് അവളുടെ മെയിൽ സെർവറിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആലീസ് സ്വന്തം മെയിൽ സെർവറിനകത്തേക്ക് കണക്ട് ചെയ്യാൻ SMTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു SMTP. ഇനി സെക്കൻഡ് സ്റ്റേജിൽ അതായത് സെൻഡറിൻ്റെ മെയിൽ സെർവറും റിസീവറിൻ്റെ മെയിൽ സെർവറും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സെക്കൻഡ് സ്റ്റേജ് ഓഫ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിനെ യൂസ് ചെയ്തിരിക്കുന്നു. ഇനി തേർഡ് സ്റ്റേജ് ആണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ SMTP യൂസ് ചെയ്യും. ബട്ട് തേർഡ് സ്റ്റേജിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഭാഗത്താണ് മെസ്സേജ് ആക്സസ് ഏജൻറ്റ് വർക്കാവുന്നത്. ഇവിടെയെല്ലാം മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻ്റ് ആയിരുന്നു ഈ രണ്ട് ഭാഗത്തും. ഇവിടെ മാത്രമേ ഉള്ളൂ, തേർഡ് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. അയാൾ എന്താണ് ചെയ്യുന്നത്? ബോബാണ് റിസീവർ എങ്കിൽ റിസീവർ ഈ പറയുന്ന ബോബ് അല്ലെങ്കിൽ വാൻ കണക്ഷൻ വഴിയാണ് മെയിൽ സെർവറിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ മെയിൽ സെർവർ എന്ന് പറയുന്നത് ഇത് മെയിൽ സെർവറാണ്. ഓക്കെ, ഈ മെയിൽ സെർവറിൽ നിന്നും ഇത് മെയിൽ സെർവർ ആവണമെങ്കിൽ നമ്മുടെ ബോബ്, അതായത് റിസീവർ എന്ന് പറയുന്നത് ക്ലയൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ പറയുന്ന ക്ലയൻറ്റ് സെർവറിൽ നിന്നും മെസ്സേജസിനെ പുൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ പുൾ ചെയ്തെടുക്കുന്നത്. കാരണം വി നീഡ് സം ടൈപ്പ് ഓഫ് എ പുൾ പ്രോട്ടോക്കോൾ. ആ പുൾ പ്രോട്ടോക്കോളാണ് നമ്മുടെ മെസ്സേജ് ആക്സസ് ഏജൻ്റ് എന്നാണ് പുൾ പ്രോട്ടോക്കോൾ പറയുക. അപ്പോൾ ഈ പുൾ പ്രോട്ടോക്കോളിന് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് പ്രോട്ടോക്കോൾസാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്ന് POP3യും ഒന്ന് IMAP4. POP എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് 3 ആണ്. വേർഷൻ നമ്പറാണ് 3 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ ഒന്ന്, second one is internet mail access protocol and we are using the version number 4 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ internet mail access protocol, IMAP, ഈ രണ്ട് പ്രോട്ടോക്കോളും നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടും എന്താണ്? മെസ്സേജ് ആക്സസ് ഏജൻറ്റുകളാണ്.
അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മെയിൽ ഡെലിവറി യൂസസ് SMTP ആണ്. SMTP എന്ന് പറയുന്നത് 2 സ്റ്റേജിലെയും പുഷ് പ്രോട്ടോകോൾസ് ആണ്. ഇറ്റ് പുഷസ് ദ മെസ്സേജ് ഫ്രം ദ ക്ലയൻറ്റിൽ നിന്നുള്ള ഒരു മെസ്സേജിനെ സെർവറിനകത്തേക്ക് പുഷ് ചെയ്യുന്നു. തേർഡ് സ്റ്റേജ് നീഡ്സ് എ പുൾ പ്രോട്ടോകോൾ. മൂന്നാമത്തെ സ്റ്റേജ് പുൾ പ്രോട്ടോകോൾ ആണ് വേണ്ടത്. അതായത് ക്ലയൻറ്റ് സെർവറിൽ നിന്നും മെസ്സേജ് പുൾ ചെയ്യുന്നു. ദ ക്ലയൻറ്റ് മസ്റ്റ് പുൾ മെസ്സേജസ് ഫ്രം ദി സെർവർ. ദ ഡയറക്ഷൻ ഓഫ് ദ ബൾക്ക് ഡേറ്റ ഈസ് ഫ്രം സെർവർ ടു ദ ക്ലയൻറ്റ്. ബൾക്ക് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെർവറിൽ നിന്നും ക്ലയൻറ്റിനകത്തേക്കാണ്. ഓക്കെ, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്ന സ്റ്റേജ് യൂസ് ചെയ്യുന്നത് മെയിൽ ആക്സസ് ഏജൻറ്റിനെ ആയിരിക്കും. ഈ ഫിഗർ നന്നായിട്ട് പഠിക്കാം. 2 മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾസ് ആണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3യും ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോൾ വേർഷൻ 4ഉമാണ്. ഇത് രണ്ടും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് POP3? POP3 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ലിമിറ്റ്. അതിൻ്റെ ഫങ്ഷനാലിറ്റി സിമ്പിളാണ്, അതുപോലെ തന്നെ ലിമിറ്റഡും ആയിരിക്കും. ഇവിടെ വരുന്നത് നമ്മുടെ റിസീവർ ആരാണോ, റിസീവറാണ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ സെർവറും കിടപ്പുണ്ട്. ഇപ്പോൾ 2 പേരിലും എന്ത് POP3 എന്ന്, POP3 ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ POP3 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പ്രോട്ടോക്കോൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പം ഈ പറയുന്ന ബോബ് എന്ന് പറയുന്ന റിസീവർ, ഈ റിസീവർ സൈഡിൽ ക്ലയൻറ്റ് POP3യും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഈ പറയുന്ന അയാളുടെ സെർവറിനകത്ത് സെർവർ POP3യും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, എങ്കിലേ ഇത് വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ദ ക്ലയൻറ്റ് POP3 സോഫ്റ്റ്വെയർ ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദി റെസിപ്പിയൻറ്റ് കമ്പ്യൂട്ടർ, അതായത് ബോബിനകത്ത്. സെർവർ POP3 സോഫ്റ്റ്വെയർ ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ദി മെയിൽ സെർവറിനകത്ത്. ഓക്കെ, മെയിൽ ആക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പം ഒരു മെയിലിനെ ആക്സസ് ചെയ്യുന്നത് ഓൾവേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് ആയിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലാതെ സെർവർ ആയിരിക്കത്തില്ല. സെർവറിൽ അയാൾക്കുള്ള മെസ്സേജ് വന്നു. വെൻ എ ബോബ് നീഡ്സ് ടു പുൾ സം ടൈപ്പ് ഓഫ് എ മെസ്സേജസ് ഫ്രം ഇറ്റ്സ് ഓൺ സെർവർ, ദെൻ ഹി ഹാവ് ടു make use of POP3 or എന്താണ് IMAP പ്രോട്ടോകോൾസ് യൂസ് ചെയ്യണം. അപ്പോൾ മെയിൽ ആക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ പറയുന്ന മെസ്സേജ് ആക്സസ് ഏജൻറ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ ആക്സസ് സ്റ്റാർട്ട്സ് വിത്ത് ദ ക്ലയൻറ്റ് വെൻ ദ യൂസർ നീഡ്സ് ടു ഡൗൺലോഡ് ഇമെയിൽ ഫ്രം ദ മെയിൽ ബോക്സ് ഓൺ ദ മെയിൽ സെർവർ. മെയിൽ സെർവറിനകത്ത് കിടക്കുന്ന മെയിലിനെ, മെയിൽ സെർവറിൻ്റെ മെയിൽ ബോക്സിനകത്ത് കിടക്കുന്ന ഇമെയിലിനെ ഈ പറയുന്ന റിസീവറിന് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആര് സ്റ്റാർട്ട് ചെയ്യണം? ഫസ്റ്റ് ക്ലയൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഇനി ക്ലയൻറ്റ് ഓപ്പൺസ് എ കണക്ഷൻ. ഇപ്പോൾ ക്ലയൻറ്റ് ആണല്ലോ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലയൻറ്റ് സൈഡ് എന്ത് ചെയ്യണം? ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യണം. ആര്? സെർവറിൽ നിന്നും ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യണം യൂസിങ് TCP പോർട്ട് 110. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ബിഫോർ സെൻഡിങ് സം ടൈപ്പ് ഓഫ് എ ഡേറ്റ വി നീഡ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ എവിടെയാണ്? അപ്പോൾ ക്ലയൻറ്റിന് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ TCP പോർട്ട് നമ്പർ 110-നകത്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലയൻറ്റ് ആദ്യമേ ഒരു യൂസർ നെയിം സെർവറിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അത് ഓക്കെ ആണെങ്കിൽ, ഓക്കെ എന്ന് പറയുന്ന മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് പിന്നെ അതിൻ്റെ പാസ്വേഡ് സെൻഡ് ചെയ്യണം. അതും ഓക്കെ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻറ്റിന് വേണ്ട മെയിൽസിൻ്റെ ലിസ്റ്റുകൾ പറയാം. The client opens a connection to the server on TCP port 110. It then sends its username and password to access the mailbox. Mailbox access ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കും. യൂസർ ക്യാൻ then list and retrieve the mail messages one by one. ഓരോന്നും യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഓരോ മെസ്സേജസിനെയും ലിസ്റ്റ്, അതായത് 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്യുക, റിട്രീവ് ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യും? ഡേറ്റാസ് ഫ്ലോ ചെയ്യും. ഇതാണ് പറയുന്നത്. ഇപ്പോൾ പാസ്വേഡ് അടിച്ച് ഓക്കെ ആയി. ലിസ്റ്റ്, അതായത് ഇയാൾക്ക് വേണ്ട എല്ലാ മെയിൽസിൻ്റെയും ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓരോന്നായിട്ട് ഇമെയിൽ നമ്പറും അതിൻ്റെ സൈസും വെച്ചിട്ട് സെർവർ ക്ലയൻറ്റിനും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം ആദ്യത്തെ ഇമെയിൽ 1 പ്രൊവൈഡ് ചെയ്ത് റിട്രീവ് 1,
ആദ്യത്തെ മെയിലിനെ റിട്രീവ് ചെയ്യാൻ പറഞ്ഞു. സോ ഇമെയിൽ 1 സെൻഡ് ചെയ്തു. രണ്ടാമത്തെ ഈ മെയിലിനെ റിട്രീവ് ചെയ്യാൻ പറഞ്ഞു, ഇമെയിൽ സെൻഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്പർ ഓഫ് മെയിൽസ് നമുക്ക് ഏതിൽ നിന്നും കറസ്പോണ്ടിങ് സെർവറിൽ നിന്നും POP സെർവറിൽ നിന്നും POP3 ക്ലയൻറ്റ് റൺ ചെയ്യുന്ന ക്ലയൻറ്റ് ഏതാണോ അയാൾ ആക്സസ് ചെയ്തെടുക്കും. ഇനി POP3 രണ്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഡിലീറ്റ് മോഡിലും ഒന്ന് കീപ്പ് മോഡിലും. ഡിലീറ്റ് മോഡെന്ന് പറഞ്ഞാൽ മെയിൽ ബോക്സിൽ നിന്നും നമ്മൾ റിട്രീവ്, ഇപ്പം ഇയാൾ POP3 ക്ലയൻറ്റ് റിട്രീവ് ചെയ്തെടുത്തു. അതായത് ഇയാൾ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ POP3യിൽ നിന്നും എന്ത് ചെയ്യും, ഈ പറയുന്ന മെയിൽ ബോക്സ് ഡിലീറ്റ് ആകും. ഇൻ ദ ഡിലീറ്റ് മോഡിലാണെങ്കിൽ മെയിൽ ഈസ് ഡിലീറ്റഡ് ഫ്രം ദ മെയിൽ ബോക്സ് ആഫ്റ്റർ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ മെയിൽ ബോക്സിൽ നിന്നും നമുക്ക് കറസ്പോണ്ടിങ് മെസ്സേജ് ഡിലീറ്റ് ആകും. നോർമലി യൂസ്ഡ് വെൻ യൂസർ ഈസ് വർക്കിംഗ്. ഇപ്പം ഈ പറയുന്ന മോഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ യൂസർ അയാളുടെ പെർമനൻറ്റ് കമ്പ്യൂട്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്നുള്ളൊരു സിനാരിയോ മാത്രം ഓർത്താൽ മതി. അയാളുടെ പെർമനൻറ്റ് കമ്പ്യൂട്ടറിലാണെങ്കിൽ അയാൾക്ക് ആ പറയുന്ന മെയിലിനെ സേവ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാം നമുക്ക് റിസീവ് ചെയ്ത് കഴിയുന്ന മെയിലിനെ സേവ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാത്തിനും ഏതാണ് നമ്മൾ ഈ ഡിലീറ്റ് മോഡ് വെച്ചാൽ പറ്റും. അപ്പോൾ ഡിലീറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്ന മെസ്സേജസ് പിന്നെ ആ പറയുന്ന മെയിൽ ബോക്സിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നു. കീപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ കീപ്പ് മോഡ് ഈസ് നോർമലി യൂസ്ഡ് വെൻ ദി യൂസർ ആക്സസ് ഹെർ മെയിൽ എവേ ഫ്രം ഹെർ പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടർ. അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നല്ല ആക്സസ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യും, കീപ്പ് മോഡിലായിരിക്കും വർക്ക് ആവുന്നത്. അതായത് മെയിൽ നമ്മൾ വായിച്ചു, പക്ഷേ എന്ത് ചെയ്യത്തില്ല, മെയിൽ റീഡ് ചെയ്തു, പക്ഷെ പിന്നീടുള്ളൊരു യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പറയുന്ന മെസ്സേജസ് അവിടെ തന്നെ സേഫായിട്ട് കീപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് കീപ്പ് മോഡ് ഈസ് നോർമലി യൂസ്ഡ് വെൻ ദ യൂസർ ആക്സസ് ഹെർ മെയിൽ എവേ ഫ്രം ഹെർ പ്രൈമറി മെമ്മറി. ഇവിടെ എന്തായിരുന്നു നോർമലി ദിസ് ഡിലീറ്റ് മോഡ് ഈസ് യൂസ്ഡ് വെൻ ദ യൂസർ ഈസ് വർക്കിംഗ് അറ്റ് ഹെർ പെർമനൻറ്റ് കമ്പ്യൂട്ടർ. ഇവിടെയാണെങ്കിൽ എവേ ഫ്രം ഹെർ പെർമനൻറ്റ് കമ്പ്യൂട്ടർ ഓർ പ്രൈമറി കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മൾ ഏത് മോഡിനെ യൂസ് ചെയ്യും, കീപ്പ് മോഡിനെ യൂസ് ചെയ്യും. ദ മെയിൽ ഈസ് റീഡ്, ബട്ട് മെയിൽ നമ്മൾ എന്ത് ചെയ്യും, വായിക്കുന്നുണ്ട്, ബട്ട് കെപ്റ്റ് ഇൻ ദ സിസ്റ്റത്തിനകത്ത് തന്നെ ഈ പറയുന്ന മെയിലിനെ കീപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, പിന്നീട് നമുക്ക് റിട്രൈവ് ചെയ്യാനും ആ പറയുന്ന മെയിലിനെ ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കീപ്പ് മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് POP3യിലുള്ളത്. അപ്പം POP3 നമ്മൾ പറഞ്ഞു എന്താണ് മെസ്സേജ് ആക്സസ് ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏത് റിസീവർ സൈഡിലും, അതായത് റിസീവർ സൈഡിൽ, അതായത് ക്ലയൻറ്റ് സൈഡിലും സെർവർ സൈഡിലും എന്ത് ചെയ്യണം, POP3 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ. ഇനി അടുത്ത മെസ്സേജ് ആക്സസ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമതൊരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നതാണ് IMAP4, അതായത് ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ വേർഷൻ 4. IMAP എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പവർഫുൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് സിമ്പിളും അതുപോലെ തന്നെ അതിൻ്റെത് ഫങ്ഷൻസും സിമ്പിൾ ആൻഡ് ലിമിറ്റഡ് ഫങ്ഷനാലിറ്റി ആയിരുന്നു ഏതിനകത്ത് POP3. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടി IMAP ഈസ് മോർ പവർഫുൾ ആൻഡ് മോർ കോംപ്ലക്സും ആയിരിക്കും. അപ്പം നമ്മുടെ POP3ക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ IMAP ചെയ്യുന്നുണ്ട്. IMAP4 ഈസ് സിമിലർ ടു POP3 ബട്ട് വിത്ത് മോർ ഫീച്ചേഴ്സ്. അപ്പം നമ്മുടെ ഇപ്പം ഫീച്ചേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് POP3. അപ്പോൾ എന്താണ് ഡിസഡ്വാൻറ്റേജസ്? POP3യിലാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് അലൗ യൂസർ ടു ഓർഗനൈസ് മെയിൽസ് ഓൺ ദ സെർവർ. സ്വന്തം സെർവറിനകത്ത് വെച്ച് തന്നെ മെയിൽസിനെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആര് കൊടുക്കുന്നില്ല? POP3 കൊടുക്കുന്നില്ല. പക്ഷെ ആ ഒരു പ്രൊവിഷൻ ആര് കൊടുക്കുന്നുണ്ട്? IMAP4 കൊടുക്കുന്നുണ്ട്. അയാളുടെ സെർവറിൽ ഇരുന്നുകൊണ്ട് തന്നെ മെയിലിനെ ഓർഗനൈസ് ചെയ്യാം. ഇനി യൂസർ ഡസ് നോട്ട് ഹാവ് സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ഓൺ സെർവർ. നമ്മൾ ഉപയോഗിക്കുന്ന യൂസറിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫോൾഡർ സെർവറിനകത്ത് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജ് POP3. അപ്പോൾ ഈ ഡിസഡ്വാൻറ്റേജ് ഏതിനകത്ത് മാറ്റുന്നുണ്ട്? IMAP4നകത്ത് മാറ്റുന്നുണ്ട്. അതായത് യൂസറിന് സ്വന്തമായിട്ട് ഉള്ള ഫോൾഡേഴ്സ് അയാളുടെ സെർവറിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നോ പാർഷ്യൽ ചെക്കിംഗ് കണ്ടൻറ്റ് ഓഫ് മെയിൽ ബിഫോർ ഡൗൺലോഡിങ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ പറയുന്ന കണ്ടൻറ്റ്, നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റിനെ ഒന്ന് പാർഷ്യലി ചെക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഏതിനകത്ത് പറ്റില്ല? POP3യിൽ പറ്റില്ല. ബട്ട് ഏതിനകത്ത് പറ്റും? IMAP4നകത്ത് പറ്റും. അപ്പം
what are the extra, but these are the disadvantages of POP3. So what are the extra features of IMAP4? ഈ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് മൂന്നും ഇതിനകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ യൂസർ ക്യാൻ പാർഷ്യലി ഡൗൺലോഡ് ഇമെയിൽസിനെ എനിക്ക് യൂസറിന് പാർഷ്യലി എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. യൂസർ ക്യാൻ ക്രിയേറ്റ്, ഡിലീറ്റ് ഓർ റീനെയിം ദ മെയിൽ ബോക്സ് ഓൺ സെർവറിൻ്റെ മെയിൽ ബോക്സിനകത്ത് കിടക്കുന്നതിനെ ഒന്നുകിൽ ക്രിയേറ്റ് ചെയ്യാം, പുതിയ ഡിലീറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ബോക്സിനെ റീനെയിം ചെയ്യുകയും ചെയ്യാം. ആ ഒരു എല്ലാ പ്രൊവിഷനും IMAP4 കൊടുക്കുന്നുണ്ട്. ഇനി യൂസർ ക്യാൻ സെർച്ച് കണ്ടൻസ് ഓഫ് ദ ഇമെയിലിൻ്റെ കണ്ടൻറ്റിനെ സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ യൂസറിനുണ്ട്. ബട്ട് ഇവിടെ POP3 അങ്ങനെയുള്ളൊരു ഇതൊന്നും പ്രൊവിഷനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ യൂസർ ക്യാൻ സെർച്ച് കണ്ടൻസ് ഓഫ് ദി ഇമെയിൽ. യൂസർ ക്യാൻ ഓൾസോ ചെക്ക് ഇമെയിൽ ഹെഡർ പ്രയോർ ടു ഡൗൺലോഡിങ്. ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇമെയിൽ ഹെഡർ എന്തൊക്കെയാണോ ആ പറയുന്ന ഹെഡർ ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഇമെയിൽ ഹെഡർ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി യൂസർ ക്യാൻ ക്രിയേറ്റ് ഫോൾഡേഴ്സ് ടു ഓർഗനൈസ് ദ മെയിൽസ് ഇൻ ഹൈറാർക്കി. ഞാൻ നേരത്തെ പറഞ്ഞു POP3യിലാണെങ്കിൽ സ്വന്തമായിട്ടുള്ള ഫോൾഡേഴ്സ് സെർവറിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻ IMAP4 ദേ ക്യാൻ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഫോൾഡേഴ്സ് ഇൻ ദി സെർവറിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത് IMAP4നകത്ത്. അപ്പം നമ്മൾ ഈ പറയുന്ന IMAP4ഉം POP3 ഏതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്, കംപ്ലീറ്റ് ഇലക്ട്രോണിക് മെയിലിനെ റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് മെയിലിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. 4 ആർക്കിടെക്ചേഴ്സ്, ഒരു ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ നമ്മൾ 4 സിനാരിയോസ് പഠിച്ചു. 4 സിനാരിയോസ് കഴിഞ്ഞിട്ട് എന്താണ് യൂസർ ഏജൻറ്റ് എന്നുള്ള കാര്യം പഠിച്ചിരുന്നു. യൂസർ ഏജൻറ്റ് എന്ന് പറയുന്ന ആൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, 5 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ പഠിച്ചു. ഈ പറയുന്ന സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, ഒരു ഇലക്ട്രോണിക് മെയിൽ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ വി നീഡ് എന്താണ്, മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റിനെ, മെയിൽ ഓർ മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റിനെ, അല്ലെങ്കിൽ മെയിൽ ഓർ മെസ്സേജ് ആക്സസ് ഏജൻറ്റിനെയോ യൂസ് ചെയ്യണം. ഈ പറയുന്ന മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് SMTP. മെയിൽ ആക്സസ് ഏജൻറ്റ് അല്ലെങ്കിൽ മെസ്സേജ് ആക്സസ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന 2 പ്രോട്ടോക്കോൾസാണ് IMAP4ഉം POP3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി 2 ടോപ്പിക്കും കൂടെ ഉള്ളൂ ഈ പറയുന്ന മോഡ്യൂൾ കംപ്ലീറ്റ് ആകാൻ. ഒന്ന് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ SNMP-യും പിന്നെ WWW. ഓക്കെ, അപ്പോൾ അത് രണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.